എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 4 of Wands, 7 of Wands, Knight of Swords, 7 of Cups, Ace of Pentacles, അതുപോലെ തന്നെ Knight of Cups എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 4 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു തുടങ്ങിയെന്ന് പറയാം. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾക്ക് വന്നു തുടങ്ങി ഒന്ന് സെറ്റിലായിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ എവിടെയാണ് സെറ്റിലായ, എവറിത്തിങ് ഇസ് ഗുഡ്, എവറിത്തിങ് ഇസ് ഓക്കെ, നല്ലൊരു കുടുംബം, നല്ലൊരു വീട്, സാമ്പത്തിക സ്ഥിതി, നല്ല ജോലി സാഹചര്യങ്ങളൊക്കെ ആയി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി ഒക്കെ കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീട് സ്വന്തമാക്കി എന്നുള്ളൊരു തൃപ്തി, സ്വന്തമായിട്ട് വീട് പണിയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതാവാം, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിലായാലും സ്വന്തം എന്ന് പറയാൻ ഒരു വീട് എന്നുള്ളത് എൻ്റെ സന്തോഷവും തൃപ്തിയും കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നതാണ്, ഇപ്പോൾ പ്രോപ്പർട്ടി ഡീലിങ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആവാം. അതായത് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ആ ഫീൽഡിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനുണ്ട് ചില ആളുകളും. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിച്ചിടുന്നതോ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ വാങ്ങിക്കുന്നതാവാം. അപ്പോൾ ഇത് ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനിലാവാം. അതല്ലെങ്കിൽ നിങ്ങളായിട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിന് ആവശ്യങ്ങൾക്ക് പിന്നീടേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പതുക്കെ അതിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനും ആവാം. എന്തായാലും പ്രോപ്പർട്ടി ഡീലിങ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യത്തിൽ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ സ്ഥലമോ അതെന്തെങ്കിലും വിറ്റിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നതോ മറ്റൊരിടത്തേക്കെങ്കിലും വീട് വാങ്ങി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, 7 of Wands എനർജി കണക്ഷൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തിയൊക്കെ ജയിച്ചിരുന്നു, ആവറേജ് പെർസെൻറ്റേജ് മാർക്കിലൊക്കെയാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും പരീക്ഷ വിജയം എന്ന് വെച്ചാൽ ഉന്നത വിജയം എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ. അപ്പോൾ അതിന് വലിയ രീതിയിൽ പഠിച്ച് പാസ്സാവുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോഴും ഇനി അത് ശ്രമിച്ചാൽ അതിന് സാധ്യത കുറവാണ്. അപ്പോൾ പരീക്ഷകളൊക്കെ വരുന്ന സമയമാണ്. പഠിച്ചാൽ മാത്രമാണ് പാസ്സാവുന്നത്, പഠിച്ചില്ലെങ്കിൽ പാസ്സാവില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി മത്സര പരീക്ഷകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രമാണ്, ആ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നുണ്ട്, അത് ലഭിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഭാഗ്യത്തിൻ്റെ സമയമല്ല. പിന്നെ തടസ്സങ്ങൾ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവാണ്. അതിന് തടസ്സങ്ങൾ വരും, പക്ഷെ നടക്കില്ല എന്നുള്ളതല്ല. അപ്പോൾ ഇന്ന് നടക്കേണ്ട കാര്യം 2 ആഴ്ചത്തേക്ക് നീണ്ടുപോകാനോ അപ്പോൾ അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ അതൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുക, ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക. നടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ, കുറച്ചൊന്ന് ഡിലേ ആവുന്നത് ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവുക, സ്ട്രെസ് എടുക്കാതെ
അതിനെന്താണ് പരിഹാരം എന്നുള്ളത് നോക്കി അത് ഏറ്റെടുത്ത് ചെയ്യുക. അത്രമാത്രമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഫാമിലി റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില ശ്രദ്ധകൾ ചില കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കുട്ടികൾ എന്ന് പറയും. വിദ്യാർത്ഥികൾ എന്നുള്ളത് പറയുന്നത് മക്കളെന്ന് പറയുമ്പോൾ പഠിക്കുന്ന ആ ഒരു ഇതിലുള്ള കുട്ടികളാവാം. കൂടുതൽ കുട്ടികൾ സ്കൂളിലോ കോളേജിലൊക്കെ എന്തെങ്കിലും ബുള്ളിങ്ങോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങളെ തമാശയായിട്ട് എടുക്കുകയോ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടാവാം കാര്യങ്ങൾ, പക്ഷെ അതിനനുസരിച്ച് അവരെന്തെങ്കിലും ചെയ്തോ കുട്ടി പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യുക. അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കുക. അതായത് പല മാതാപിതാക്കളും ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇതിൻ്റെ ഭാഗം ആ ഒരു രീതിയിൽ, അതായത് ഇതിന് പ്രാധാന്യമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കാം. ഇവിടെ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ വീട്ടിലത്തെ സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അറിയാതെ എല്ലാവരും ടോക്സിക് ആയിട്ടുള്ള നാർസിസ്റ്റിക് പാരൻ്റ് ആണെന്നല്ല, ചില ടോക്സിക് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടല്ല, ചില ടോക്സിക് പാറ്റേൺസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പ്രവൃത്തികൾ എല്ലാവരിലും വല്ലപ്പോഴും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അത് ഈഗോ കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ ടോക്സിക്കായിട്ട് മാറാം ചില സിറ്റുവേഷനിൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും പാരൻസിന്. പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ഉള്ള ഫീലിങ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവരുടെ ടെൻഷൻസും സ്ട്രെസ്സും കാര്യങ്ങളും മനസ്സിലാക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഫാമിലിയിൽ മൊത്തത്തിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ഷൻ ശ്രദ്ധിക്കുക. ആരും മനസ്സിലാക്കാതെ എല്ലാവരും വീടിൻ്റെ ഒരു 4 മൂലയിൽ ഇരിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ കൊടുക്കുക. കാരണം ഇവിടെ 7 ഓഫ് കപ്സ് എനർജിയാണ്. ഇത് ഒന്ന് സൂചിപ്പിക്കുന്ന മക്കൾ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയിൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ലോകത്തിൽ. അപ്പോൾ ആരും തമ്മിലൊരു ബന്ധമില്ല. ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ ലോകത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ, ബാഹ്യശക്തികൾ, കുടുംബത്തിൽ ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ അടുക്കാം. അപ്പോൾ അവർ നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. അപ്പം അങ്ങനെയുള്ള ഇതിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ഫാമിലിക്ക് അകത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സുഹൃത്തുക്കളാകുക. പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം തന്നെ വേണ്ടി വരില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്ത ചിന്തകൾ എങ്ങനെ അത് ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ്. ആരുടെയും ഐഡിയാസ് അതായത് ഒന്നിനും കൊള്ളില്ലാത്തതായിട്ടില്ല. പക്ഷെ ഏതൊക്കെ ഐഡിയാസാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കുക എന്ന് മാത്രം. അത് അങ്ങനെയുള്ള ചർച്ചകൾ ചെയ്യുമ്പോൾ ഒരാളെ താഴ്ത്തി കെട്ടാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വളരെയധികം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാനും ഉള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെയധികം വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധ്യതകളുള്ള സമയമാണ്. അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ്, അതായത് മനസ്സ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യം ഉള്ള ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക്, അതേപോലെ ജോലി ചെയ്യുന്നവർ, കരിയറിലൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. സാധ്യതകളുണ്ട്, പ്രൊമോഷനും ശമ്പള വർധനവ് കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ വെറുതെ വിട്ടുകളയാതെ പുതിയ ഐഡിയാസൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത അത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ചില ആളുകൾ, ഇപ്പോൾ എല്ലാവരും അല്ല എന്നാലും ചില ആളുകൾ നിങ്ങളുടെ ജീവിതം, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു സ്പിരിച്വൽ പാത്ത്, ആത്മീയമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകാം. നിങ്ങളുടെ ഫാമിലിയിൽ ആരോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷെ സന്യാസത്തിലേക്ക്, ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം. ഒത്തിരി അതായത് മറ്റ് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അധികം ആളുകളായിട്ട് സംസർഗത്തിൽ ഇല്ലാത്തവർ, കുറച്ചുകൂടി കൂടുതൽ
ഉൾവലിയാനുള്ള സാഹചര്യമൊക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.